ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 10 വാഹനങ്ങളെ പറ്റിയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് കാലമായിട്ട് നമ്പർ 1 റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ നെക്സോൺ ആണ്. നെക്സോണിൽ തന്നെ EV എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആണ്, പെട്രോൾ ഡീസൽ അതൊക്കെ. ജൂൺ മാസത്തിൽ ഈ വാഹനത്തിന് 12,066 വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. മെയ് മാസത്തിൽ 11,457 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. ചെറിയൊരു ഗ്രോത്ത് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. 609 വാഹനങ്ങളുടെ വ്യത്യാസവും അതുപോലെ 5.32% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സംഭവം പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഭയങ്കര വലിയ ഗ്രോത്ത് ഒന്നും അല്ല. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മന്ത് ഓൺ മന്ത് ബേസിസിൽ 4 വാഹനങ്ങൾക്കാണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണ് നെക്സോൺ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെയ് മാസത്തിന് കണക്കിലെടുക്കുകയാണെങ്കിൽ ടോപ്പ് 10 വണ്ടികൾ സെയിൽസിന് നെക്സോൺ ഇല്ലായിരുന്നു. കുറേ കാലത്തിന് ശേഷം, ഏകദേശം ഒരു വർഷത്തിനൊക്കെ ശേഷമാണ് നെക്സോൺ ഈ ഒരു ടോപ്പ് 10 വണ്ടികളിൽ ലിസ്റ്റ് ചെയ്ത് തന്നെ ഇല്ലാണ്ടാവുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ അതൊക്കെ മാറി പിന്നെയും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 10th പൊസിഷനിലെങ്കിൽ 10th പൊസിഷനിലെങ്കിലും എത്തിയിട്ടുണ്ട്. നേരത്തെ 10th ഒന്നും അല്ലായിരുന്നു, 7ഉം 6ഉം 5ഉം ഒക്കെ നെക്സോൺ ആയിട്ടുള്ളതാണ്. പക്ഷേ ഒരു പഞ്ചിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി നെക്സോണിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചു. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിൽ വരുന്ന സ്കോർപിയോ എന്നും ക്ലാസിക്കും ആണ്. ഈ വണ്ടികളുടെ സെയിൽസ് ഇതിനു മുമ്പ് കുറച്ചും കൂടെ ഹൈ ആയിരുന്നു. ചില മാസങ്ങളിലൊക്കെ 15,000 16,000 വരെയൊക്കെ ടച്ച് ചെയ്ത കാലങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം ഒരു ഇത്തിരി ഡൗൺ ആണ്. 12,307 വാഹനങ്ങൾ സെയിലേ വന്നിട്ടുള്ളൂ. ഈവൻ മെയ് മാസത്തിലാണെങ്കിൽ തന്നെ 13,717 വാഹനങ്ങൾ സെയിൽസ് കിട്ടിയതാണ്. 1,410 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 10.28% ഡീഗ്രോത്തും വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ തേർഡ് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് മന്ത് ഓൺ മന്ത് ബേസിൽ സ്കോർപിയൻ. പക്ഷേ ഇതിപ്പം നമുക്ക് കുറ്റമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും വിലയുള്ളൊരു വണ്ടിയായിട്ട് ഒരു ഇത്രയെങ്കിലും വിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും മഹീന്ദ്രയ്ക്ക്. അതുകൊണ്ട് ഇതിപ്പോൾ രണ്ടും കൂടി ഒരു 12,000 വിറ്റു എന്ന് പറഞ്ഞാലും അവർക്ക് എന്തായാലും നഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 13,172 വാഹനങ്ങൾ സെയിൽസ് ആണ് കിട്ടിയത്. ഒരു ഇത്തിരി സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. മെയ് മാസത്തിൽ 14,186 വാഹനങ്ങൾ സെയിൽസ് കിട്ടിയതായിരുന്നു. അതായത് 1,014 വാഹനങ്ങളുടെ വ്യത്യാസവും 7.15% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡീഗ്രോത്ത് റേറ്റ് അത്യാവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 4th ആയിട്ട് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വണ്ടി എന്ന് പറയാം. പക്ഷേ ടോട്ടൽ 6 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഒരു പരിധിയിൽ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ഏറ്റവും കുറവ് ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വണ്ടി എന്നും വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ബട്ട് എനിവേ ബ്രസയും കുറച്ച് കാലങ്ങളിലൊക്കെ 16,000 റേഞ്ചിലൊക്കെ സെയിൽസ് പിടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു ഇത്തിരി താഴേക്ക് വന്നതാണ്. അതിൻ്റെ റീസൺ വേറൊരു വണ്ടിയാണ്. അതിലേക്ക് നമുക്ക് അധികം വൈകാതെ തന്നെ വരാം. നിങ്ങൾക്ക് അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഡിസയർ ആണ്. ഈ ഡിസയർ ഇപ്പോഴും എങ്ങനെയാണ് ഇത്രയും വിൽക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് പെൻഡിങ് ആണ്. എന്നിട്ടും കഴിഞ്ഞ മാസം 13,421 വാഹനങ്ങൾ സെയിൽസിന് ലഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തിലൊക്കെ റെക്കോർഡ് സെയിൽസ് ആയിരുന്നു. 16,061 വണ്ടികളുടെ സെയിൽസിന് കിട്ടിയതാണ്. അത് വെച്ച് നോക്കുമ്പോൾ 2,640 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 16.44% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഡിസയർ. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇത്രയും സെയിൽസ് അധികം വൈകാതെ തന്നെ നിർത്താൻ പോകുന്നൊരു വണ്ടിക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അൺബിലീവബിൾ ആണ്. ആൻഡ് അത് ചെയ്യാൻ മാരുതി സുസുക്കിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നും പറയാം. ഇത്രയും ആൾക്കാർ ഇപ്പോഴും ട്രസ്റ്റ് ചെയ്ത് ഈ ഒരു വാഹനം വാങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒരു 4-5 മാസം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്താൽ മതിയാവും. പുതിയ ജനറേഷൻ ഡിസയർ വരും. അതിന് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. കുറേ ലീക്ഡ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഫീച്ചേഴ്സൊക്കെ കൂടുതലുണ്ട്. പിന്നെ പുതിയ Z സീരീസ് എഞ്ചിൻ, അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഡിസയർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുതിയ ജനറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഡിസയർ എന്ന് പറയുമ്പോൾ ബാക്ക് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ ഫ്രണ്ട് നമ്മുടെ സെയിം സ്വിഫ്റ്റിൻ്റെ അതേ ഡിസൈൻ ആയിരിക്കും. ഗ്രില്ലും ബമ്പറും ചെറിയ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം വരാൻ പോകുന്ന 4th ജെൻ ഡിസയർ അങ്ങനെയല്ല. അതിന് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പ്രൊഫൈലാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വാഗണാർ ആണ്. വാഗണാർ ഇപ്പോൾ വല്ലാണ്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ചില മാസങ്ങളിലൊക്കെ 18,000 22,000 വരെയൊക്കെ സെയിൽ വന്ന വണ്ടിയാണ്. പക്ഷേ കഴിഞ്ഞ മാസം ജസ്റ്റ് 13,790 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. ഈവൻ മെയ് മാസത്തിൽ 14,492 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതാണ്. ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 702 വാഹനങ്ങളുടെ വ്യത്യാസവും 4.84% ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് റേറ്റ്. നമ്പർ 1ൽ നിന്ന് നേരെ നമ്പർ 6 വാഗണാർ വന്നിരിക്കുന്നത്. അത് അതിൻ്റെ റീസൺ ചില വണ്ടികളാണ്. അവർ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ചില വണ്ടികളുടെ പ്രൊഡക്ഷൻ കുറച്ചിരിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും വാഗണാർ എന്ന് പറയുമ്പം കുറേ കാലങ്ങളായിട്ട്, ഇപ്പോൾ നമ്മുടെ 2023 നോക്കുകയാണെങ്കിൽ ആ മാസത്തിൽ ആ വർഷത്തിൽ ഒരുപാടധികം നമ്പർ 1 പൊസിഷൻ ലഭിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് വാഗണാറും അതുപോലെ ബലെനോ. പക്ഷേ ഈ വർഷം മുതൽ അതൊക്കെ കുറച്ചൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നമ്മുടെ ബലെനോ ആണ്. ബലെനോയ്ക്ക് കഴിഞ്ഞ മാസം 14,895 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടി. മെയ് മാസത്തിൽ കുറവായിരുന്നു. 12,842 വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. 2,053 വാഹനങ്ങളുടെ വ്യത്യാസവും അതുപോലെ 15.9
99% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു 4 വണ്ടികൾക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ എന്ന്. അതിൽ തന്നെ നമ്മൾ മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് കഴിഞ്ഞ മാസം ബലേനോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എന്നാലും ചില മാസങ്ങളിൽ 17,000-18,000 റേഞ്ചിലൊക്കെ വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണല്ലോ എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും പ്രശ്നം വരുന്നത്. കുറച്ച് കുറവായി പോയല്ലോ എന്ന് തോന്നുന്നു. ബട്ട് എനിവേ മന്ത് ഓൺ മന്തിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ സെയിൽസ് കൂടുതൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എർട്ടിഗയാണ്. വേറൊരു കാര്യം ആലോചിക്കണം, എർട്ടിഗ ഇവരുടെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളായ ബലേനോ, വാഗണാർ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടാണ് 4th പൊസിഷനിൽ കയറിയിരിക്കുന്നത്. എനിവേ കഴിഞ്ഞ മാസം ഇതിന് 15,902 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. അത്യാവശ്യം വളരെ ഹൈ സെയിൽസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡും പ്രൈസിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. മെയ് മാസത്തിൽ 13,893 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. അതായത് 2009 വാഹനങ്ങളുടെ വ്യത്യാസവും 14.46% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് എർട്ടിഗ എന്നും പറയാം. ആൻഡ് ഇതോടുകൂടി നമ്മുടെ ഈ മാരുതി സുസുക്കിയുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഹയസ്റ്റ് സെല്ലിംഗ് വാഹനമാണ് കഴിഞ്ഞ മാസം എർട്ടിഗ. അപ്പോൾ അതും ചെറിയ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത് ഈ വണ്ടി മുന്നിലോട്ട് കയറി. അതാണ് സംഭവം. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഈ വണ്ടിയാണ് എപ്പോഴും എബോവ് 4 മീറ്റർ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് SUV ആയിട്ട് ഉണ്ടാവാറുള്ളത്. അതിന് കഴിഞ്ഞ മാസം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈ വണ്ടിക്ക് 16,293 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ 14,662 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. അതായത് 1,631 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 11.12% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതും നമ്മുടെ ഈ ലിസ്റ്റിൽ അത്യാവശ്യം 3rd പൊസിഷനിൽ നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു വണ്ടിയായിട്ട് പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഡീ ഗ്രോത്ത് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനത്തെയാണ് ഞാൻ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വണ്ടിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഒരു ബാക്കി വണ്ടികളുടെ പ്രൊഡക്ഷൻ കുറച്ച് വന്നത്. അത് സ്വിഫ്റ്റാണ്. പുതിയ സ്വിഫ്റ്റ് ഇറക്കിയ സമയത്ത് തന്നെ മെയ് മാസത്തിലൊക്കെ ഭയങ്കര ഹൈ സെയിൽസ് ആയിരുന്നു. 19,393 വാഹനങ്ങളൊക്കെ വിറ്റ് മെയ് മാസത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി സ്വിഫ്റ്റ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം സെക്കൻഡിലേക്ക് വേറൊരുത്തം തട്ടി. അത് നിങ്ങൾക്ക് അധികം വൈകാതെ മനസ്സിലാവും. സ്വിഫ്റ്റിന് കഴിഞ്ഞ മാസം 16,422 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെയ്യിൽ കിട്ടിയ അത്രയും സെയിൽ ഇതിന് ഇപ്രാവശ്യം കിട്ടിയിരുന്നെങ്കിൽ, അതായത് ജൂണിലും കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും ഫസ്റ്റ് എത്താനുള്ളൊരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അത്രയും സെയിൽ ഇതിന് കിട്ടാത്തതുകൊണ്ടാണ് 2nd പൊസിഷനിലായി പോയത്. ഇനി ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 2,971 വാഹനങ്ങളുടെയും ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് 15.32% ആണ്. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ സ്വിഫ്റ്റ്. അതായത് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് വന്ന ഡിസയറിനാണ്, പിന്നെ സ്വിഫ്റ്റിനാണ്, അത് കഴിഞ്ഞ് സ്കോർപിയോയ്ക്കാണ്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം അത് മാരുതി അല്ല, അത് ഹ്യുണ്ടായി അല്ല, ഇപ്രാവശ്യം ടാറ്റയാണ്. ഇപ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല, കാരണം 2024 തുടങ്ങിയപ്പോൾ മുതൽ കുറേ മാസങ്ങളിൽ നമ്മുടെ ഈ ഒരു പഞ്ച് നമ്പർ 1 SUV ആയിട്ടുണ്ട്. SUV എന്നല്ല, നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും പഞ്ച് EV, CNG, പെട്രോൾ അങ്ങനെ എല്ലാ പവർ ട്രെയിൻസ് ഇൻക്ലൂഡഡ് ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 18,238 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മെയ് മാസത്തിൽ 18,949 വണ്ടികളുടെ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് ഇത്രയും കൂടെ കൂടുതലായിരുന്നു. 711 വണ്ടികളുടെ വ്യത്യാസവും 3.75% ഡീ ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ബെസ്റ്റ് സെല്ലിംഗ് വാഹനമാകാൻ സാധിച്ചു. ഇതിനാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി സെയിൽസ് ഇപ്പോഴും നന്നായിട്ട് അതിനകത്ത് മുകളിലേക്ക് തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ കൂട്ടാനാണ് ഇവർ നെക്സോണിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ അത്രയും കുറച്ചത്. കാരണം ഡിമാൻഡ് കൂടുതൽ പഞ്ചിന് വരുന്നുണ്ട് ഇപ്പോൾ. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും അധികം വിറ്റുപോയ 10 വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.